ഒരുപാട് നാളത്തെ എൻ്റെ കാത്തിരിപ്പിന് ഒടുവിൽ ആ ഒരു ദിവസം വന്നെത്തിയിരിക്കുകയാണ് കേട്ടോ. ഇന്ന് ഞാനും കേതനും ഹസ്ബൻഡും എല്ലാവരും കൂടെ നാട്ടിലേക്ക് പോവാണ്. ഈ ഒരു നാട്ടിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് ഒറ്റ ദിവസത്തേക്കുള്ള യാത്ര. കേതനായതിനു ശേഷം എനിക്ക് ഏറ്റവും കംഫർട്ട് ഈ ഒരു ട്രെയിൻ യാത്രയാണെങ്കിൽ പോലും വീക്കെൻഡുകളിൽ ട്രെയിൻ കിട്ടുക എന്ന് പറയുന്നത് ഒരു വല്ലാത്ത ടാസ്കനാണ് കേട്ടോ. പ്രത്യേകിച്ച് തൽക്കാൽ ബുക്ക് ചെയ്യുക എന്ന് പറയുന്നത്. എന്താണെങ്കിലും തൽക്കാലം അത്യാവശ്യം നല്ല രീതിയിൽ ട്രൈ ചെയ്തെങ്കിലും കിട്ടിയില്ല. അങ്ങനെ നമ്മൾ ഇത്തവണ ബസ്സിലാണ് നാട്ടിലേക്ക് പോകുന്നത്. അങ്ങനെ ഡിന്നറൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയോണ്ട് തന്നെ ഇടയ്ക്ക് ബസ് നിർത്തിയപ്പോഴത്തേക്ക് ഒരു ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ച് കഴിച്ചു. ഇവിടെ നല്ല തണുപ്പാണെങ്കിലും ഈ തണുപ്പത്ത് ഒരു ഐസ്ക്രീം അടിപൊളിയല്ലേ. എന്താണെങ്കിലും നമ്മൾ കൃത്യം 10 മണിക്ക് തന്നെ സ്ഥലത്തെത്തി. ഹോട്ടലിലെത്തി. ഹസ്ബൻഡ് ആണെങ്കിൽ ചെക്ക് ഇൻ പരിപാടികൾ ബിസി ആണെങ്കിൽ ഞാൻ ഇവിടെ പുസ്തകങ്ങൾ നോക്കുന്നതിൻ്റെ തിരക്കിലാണ് കേട്ടോ. അങ്ങനെ നമ്മൾ റൂമിലെത്തി. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുറച്ചധികം വൈകി പോയതുകൊണ്ട് തന്നെ 2 ഓപ്ഷൻ മാത്രമായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നത്. ആകെ ഉണ്ടായിരുന്നത് പൊറോട്ടയും മുട്ടക്കറിയും പിന്നെ ദോശയും. എന്താണെങ്കിലും പൊറോട്ട ഇതിന് വേണ്ടാത്തതുകൊണ്ട് തന്നെ ദോശയും മുട്ടക്കറിയും പൊറോട്ടയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. അങ്ങനത്തെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ അത്യാവശ്യം റെസ്റ്റൊക്കെ എടുത്തിരിക്കുകയായിരുന്നു. ഇനി കാര്യത്തിലേക്ക് വരും. എന്താണെന്നല്ലേ ഈ ഒരു വരവിൻ്റെ ഉദ്ദേശം? ഞാൻ എന്ന് വെച്ചാൽ ഞങ്ങൾ എല്ലാവരും കാത്തിരുന്ന ഞങ്ങളുടെ സ്വന്തം സൂര്യയുടെ കല്യാണം കേട്ടോ. ഇതാണ് കല്യാണ ചെക്കൻ. ആള് ഹോസ്പിറ്റലിൽ പോയിട്ട് വരുന്ന വഴിയാണ് കേട്ടോ. ആള് ഖത്തറിൽ നിന്ന് വന്ന് നല്ല രീതിയിൽ കല്യാണത്തിന് വേണ്ടിയുള്ള ഓട്ടത്തിനിടയ്ക്ക് നല്ല പനി പിടിച്ചതാണ്. പക്ഷേ എന്നാലും ഇതൊരു പേടിപ്പനിയാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല സംശയമുണ്ട്. അങ്ങനത്തെ ആൾക്കൊരു ഗിഫ്റ്റൊക്കെ ഞങ്ങൾ കൊടുത്തു. ഇനിയിപ്പോൾ ചെക്കനെ നമ്മുടെ കയ്യിൽ കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ച് ഗിഫ്റ്റൊക്കെ കൊടുത്ത് നമ്മൾ നേരെ സൂര്യയുടെ വീട്ടിലേക്ക് എത്തി. അങ്ങനത്തെ റൂമിൽ ചെന്നപ്പോഴത്തേക്കും നമ്മുടെ ഗ്യാങ്ങിൻ്റെ ഒരു വലിയ ഫോട്ടോ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഒത്ത നടുക്ക് നമ്മുടെ സൂര്യ. ഇത് കണ്ടപ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ തോന്നിയത്. എന്താണെങ്കിലും അമ്മയുടെ വക നല്ല അടിപൊളി മീൻകറിയും അച്ചാറും മോരുകറിയും അവിയലും സാമ്പാറും ഒക്കെ കൂട്ടി നല്ല അടിപൊളി ഊണൊക്കെ കഴിച്ചു. ചെക്കന് നമ്മുടെ കയ്യിൽ പിന്നെ കിട്ടത്തില്ലെന്ന് വിചാരിച്ചാണ്. എന്താണെങ്കിലും ആൾ നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഓരോരുത്തരായിട്ട് എത്താൻ തുടങ്ങി. അജു, ഞാൻ, രഞ്ജു, എൻ്റെ ഹസ്ബൻഡ്, പിന്നെ നമ്മുടെ ചെക്കനും റെഡി ആയിട്ട് എത്തി. ഞങ്ങൾ എല്ലാവരും കൂടെ പോകുന്നത് പെണ്ണിനുള്ള കല്യാണ പുടവ കൊടുക്കാൻ വേണ്ടിയാണ്. അതിൻ്റെ ഇടയ്ക്ക് പോയി ഞങ്ങളൊരു അടിപൊളി സോഡാ സർവത്തൊക്കെ കുടിച്ചിട്ട് കേതനാണെങ്കിൽ ഒരു മൂങ്ങയുടെ കണ്ണാടി ഒപ്പിച്ചു കേട്ടോ. എൻ്റെ ഒരു MBA കോളേജിൽ നിന്ന് തുടങ്ങിയ ഫ്രണ്ട്ഷിപ്പാണ് കേട്ടോ ഇത്. സത്യം പറഞ്ഞാൽ ഇത്രയും ഒരു ബോണ്ടും ഒന്നും ഇല്ലാതിരുന്നൊരു ഫ്രണ്ട്ഷിപ്പാണ്. എന്നാൽ കല്യാണം കഴിഞ്ഞതാ നമ്മൾ ഇത്രയും ആയിട്ടും ഇത്രയും ഒരു ഫ്രണ്ട്ഷിപ്പൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുക, അല്ലെങ്കിൽ അവരുടെ എന്ത് കാര്യത്തിനും ഇതുപോലെ ഓടിയെത്താൻ സാധിക്കുക എന്നൊക്കെ പറയുന്നത് ഒരുപാട് സന്തോഷം തോന്നുന്നൊരു കാര്യമാണ്. ഒരുപക്ഷെ നമ്മളുടെ കോളേജ് കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ ഒട്ടും സംസാരിക്കാത്ത പലരും ആയിരിക്കാം പിന്നീട് നമ്മുടെ ലൈഫ് ലോങ് നമ്മുടെ കൂടെ ഉണ്ടാകുക. നമ്മൾ ഒരുപാട് സന്തോഷിച്ച് നമ്മൾ കൂടെ നിന്ന പല ആളുകളും ഒരുപക്ഷെ നമ്മളുടെ കൂടെ ഉണ്ടാകണമെന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ മനസ്സിലാക്കുന്ന കുറച്ച് ആളുകളെ ഉണ്ടെങ്കിലും അവരെ എന്നും നമ്മൾ ചേർത്ത് നിർത്താൻ ശ്രമിക്കുക. കോളേജ് കാലഘട്ടം മുതൽ തന്നെ പങ്ക്ച്വാലിറ്റി അത്യാവശ്യമുള്ളതുകൊണ്ട് തന്നെ 5 മണിക്ക് പുടവ കൊടുക്കൽ ചടങ്ങായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ കൃത്യം 4:58 എല്ലാ ട്രാഫിക്കുകളെയും താണ്ടി നമ്മളിതാ എത്തിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം ക്ഷീണിച്ച് വണ്ടിയൊക്കെ ഓടിച്ച് വന്നതിൻ്റെ ക്ഷീണമാണ് കേട്ടോ എല്ലാവരും എന്താ കഴിച്ച് തീർക്കുന്നത്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇനിയിപ്പോൾ നേരെ ഹോട്ടലിലേക്ക് പോകണം. ഇനിയിപ്പോൾ നാളെ നമ്മുടെ ചെക്കൻ്റെ കല്യാണം അല്ലേ. അപ്പോൾ അത്രയുള്ള ഗൈസ്, എല്ലാവർക്കും ബൈ.